والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحابه الفائزين برضا الله. أما بعد. بسم الله الرحمن الرحيم. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة واجعل أفئدة من الناس تهوي إليهم صدق الله مولانا العظيم. صلوا في مصلى الأبرار واشربوا شراب الأخيار. قيل وما مصلى الأبرار الصلاة تحت الميزان وما شراب الأخيار الشراب ماء زمزم أو كما قال نبينا رسول الله. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, പരിശുദ്ധ ഹറമിലേക്ക് ഹൃദയം ദാഹിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഹാജിമാരെ, ഈ മഹത്തായ വേദിയിൽ സാന്നിധ്യം കുറിച്ചിട്ടുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഒരു സുദീർഘ പ്രസംഗത്തിന്റെ ഒരു വേദിയല്ല. കാരണം നമ്മുടെ ഹാരിദ് ഉസ്താദ് വളരെ കരുതലോടെ ഹ്രസ്വമായ സമയത്ത് ഒരു പഠന ക്ലാസ് അവതരിപ്പിക്കാൻ അതിന്റെ എല്ലാ തയ്യാറെടുപ്പും കൂടി വന്നിരിക്കുമ്പോൾ ഞാനൊരു ഉദ്ഘാടന പ്രസംഗം നീട്ടിപ്പറയുന്നത് സാന്ദർഭികമല്ല. ഈ പരിപാടി സംഘടിപ്പിച്ചവർക്കും അഥവാ ഖുർആൻ പഠനവേദി, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഖുർആൻ പഠിക്കണം, അത് പഠിപ്പിക്കുക, ഇത് രണ്ടും ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനത്തെ മഹത്തായ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഖുർആൻ പഠനവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മഹത്തായ ഈ ഹാജിമാരുടെ യാത്രയപ്പ് വേളയിൽ വിനീതന് നൽകിയത് ഒരു ഉദ്ഘാടന പ്രസംഗമാണ്. സഹോദരന്മാരെ, ആമുഖത്തിലേക്ക് കടക്കുന്നില്ല. എന്തിനാണ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര ചെന്ന് മുട്ടുന്നത് ഇബ്രാഹിം നബിയിലേക്കാണ്. ആ ഇബ്രാഹിം നബിയോട് അല്ലാഹു പറയുന്നു കഅബ നിർമ്മിക്കണമെന്ന്. ആ ദൗത്യം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർവഹിച്ചു. എന്നിട്ട് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹു, നീ എന്നോട് പറഞ്ഞു കഅബ നിർമ്മിക്കുവാൻ. ഞാനും എന്റെ മകനും ആ എളിയ സേവനം നിർവഹിച്ചു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇത് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞാൻ സ്വീകരിക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ്, നീ ഞങ്ങളോട് പറഞ്ഞത് ഹജ്ജിന് ജനങ്ങളെ ക്ഷണിക്കാനാണ്. അപ്പോൾ ഹജ്ജിന്റെ അഅ്മാലുകൾ എങ്ങനെ? കഅബ നിർമ്മിക്കാൻ പറഞ്ഞു, ഹജ്ജിന് ജനങ്ങളെ ക്ഷണിക്കാനും പറഞ്ഞു. ഇനി ഹജ്ജിന്റെ അമലുകൾ എങ്ങനെ? ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും സന്തഹ സഹചാരിയായ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മഹാനവറുകളെ അല്ലാഹു തആല നബിയുടെ ഹദ്റത്തിലേക്ക് വിടുന്നു. അങ്ങനെ ഹജ്ജിന്റെ മുഴുവൻ ക്ലാസുകളും മക്ക മുതൽ അങ്ങോട്ട് കഅബയുടെ തവാഫ് ചുരുക്കി അറഫയിൽ വരെ നബിയുമായി എത്തുകയാണ്.
അങ്ങനെ ഹജ്ജിന്റെ മുഴുവൻ അഅ്മാലുകളും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. റബ്ബന അരിന മനാസിക്കന വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. അരിന മനാസിക്കന എന്നതിന് മഹാന്മാർ പറഞ്ഞിരിക്കുന്ന അർത്ഥം ഹജ്ജിന്റെ നിയമവശങ്ങളെ എങ്ങനെയാണ് അത് നിർവഹിക്കേണ്ടത് എന്ന് നാഥ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. അപ്പോൾ അൽ ഇൽമു വസീലത്തുൻ ഇല തഖ്വ, വിവരമില്ലാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ അത് ശൂന്യമായ ഒരമലായി മാത്രമേ അവസാനിക്കുകയുള്ളൂ. ഇൽമ്, ഒരു മനുഷ്യൻ ഒരു ചായ ഉണ്ടാക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്. അതിന് അർഹമായ പാല്, തേയില, പഞ്ചസാര, വെള്ളം മാത്രമല്ല, അതിനെ തിളപ്പിച്ചെടുക്കുന്നതിനുള്ള ഒരു പ്രത്യേക പരിശീലനം അത് നിർമ്മിക്കുന്നവർക്കുണ്ട്. അല്ലാതെ ഉണ്ടായാൽ അത് വായി വെക്കാൻ കൊള്ളുകയില്ല. കറിയാണെങ്കിലും ഒരു ബിരിയാണി ആണെങ്കിലും ഏതാണെങ്കിലും. അപ്പൊ തീറ്റയും കുടിയിലും നമ്മൾ സദാ ജാഗരൂകരാണെങ്കിൽ അഅ്മാലുകളുടെ വിഷയത്തിൽ നാം വളരെ പിന്നോക്കമാണ്. അങ്ങനെ നിബിതങ്ങൾക്ക് എല്ലാവിധമായ ഹജ്ജിന്റെ അമലുകളും പഠിപ്പിച്ച് അർഹതയിൽ കൊണ്ടെത്തി. അപ്പോൾ ചോദിച്ചു, ഞാൻ എടുത്ത ക്ലാസ്സുകളെല്ലാം നിനക്ക് മനസ്സിലായോ? എന്ന് അറഫ്ത, തിരിഞ്ഞോ ഞാൻ പറഞ്ഞതൊക്കെ? അറഫ്തു, ഞാൻ മനസ്സിലാക്കി. ഉടൻ തന്നെ ആ സ്ഥലത്തിന് അറഫ എന്ന് പേര് വെച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. വേറെയും സംഭവമുണ്ട്, അതിപ്പോൾ പറയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പെരുന്നാൾ ദിവസമായി മിനി എന്ന് പറയുന്നത് അവിടെ ജംറത്തുൽ അഖബ എന്ന് പറയുന്ന പെരുന്നാളിന്റെ ഏറാണ്. അവിടെ കല്ലെറിയാൻ വേണ്ടി, അങ്ങനെ കഅബയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാമുമായി ജിബ്രീൽ അലൈഹിസ്സലാം നടക്കുകയാണ്. വരുമ്പോൾ ഇബ്ലീസ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്തിന്? മാർഗതടസ്സം സൃഷ്ടിക്കുക. നല്ല കാര്യങ്ങൾക്ക് അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടുവരുന്നത്. അവിടെ ഇബ്ലീസിന്റെ ഒരു വേരോട്ടവും ഒരു തേരോട്ടവും അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം ഉടനെ പറഞ്ഞു, എറിയൂ, അവനെ 7 കല്ല് ഉറക്കി അവനെ എറിയൂ എന്നാ പറഞ്ഞത്. 7 ചരൽക്കല്ലുകൾ എടുക്കാൻ പറഞ്ഞു, കടലമണിയുടെ വലുപ്പത്തിൽ. 7 കല്ല് കൊണ്ട് അവൻ എറിഞ്ഞു. ആ ഏറ് കണ്ടപ്പോൾ അവൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു. രണ്ടാമത്തെ ദിവസവും, അഥവാ അയ്യാമത്തെ ശരീഅത്ത് 11, 12, 13, അങ്ങനെ ഈ 3 ദിവസങ്ങളിലും ഇതേപോലെ അവൻ മാർഗ തടസ്സമുണ്ടാക്കിയപ്പോൾ ഏറുകൊണ്ടാണ് അവന് അവിടെ നിന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പായിച്ചതെങ്കിൽ ആ ഏറും നമ്മൾ നടത്താൻ പോവുകയാണ്. അതിന്റെ സ്മരണ. ഹജ്ജിന്റെ അമലുകളെ കുറിച്ച് നമ്മൾ വളരെ ബോധ്യപരമായി ആലോചിക്കുമ്പോൾ എന്താണ് കുറെ നടത്തം, കുറെ ചുറ്റല്, അതുപോലെ തന്നെ കുറെ കല്ലെറിയല്, ഇതിനകത്ത് എന്താണ് ഇത്ര പ്രത്യേകത? ബുദ്ധിക്ക് നമുക്കൊന്നും അത് അളന്നാൽ കിട്ടുന്ന ഒരു അമലല്ല, അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. അതിന്റെ പിന്നിൽ 1000 ആത്മീയമായ വശങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. വെറുതെ നമ്മളെ കൊണ്ട് കഅബയെ 7 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യിപ്പിച്ച് അങ്ങനെ മിനയിലൂടെ നടത്തി ക്ഷീണിതരാക്കി നമ്മളെ തളർത്തുകയല്ല. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് കാൽനടയായി വാഹനപ്പുറത്ത് പൊടിമാറുന്ന ശരീരവുമായി അങ്ങനെ ഒരു പ്രത്യേകമാകുന്ന പൊളിച്ച് ശുചി വരുത്തുന്ന നിലയിലല്ല, പൊടിപുരണ്ട വസ്ത്രങ്ങളുമായി പാറിപ്പിറക്കുന്ന മുടിയുമായി അങ്ങനെ വിതുമ്പുന്ന ഹൃദയവുമായി ഒരൊറ്റ മുദ്രാവാക്യം, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഒരൊറ്റ മുദ്രാവാക്യം. സൗദിയിലെ സൽമാൻ രാജാവിനും ഈ ഒരു മുദ്രാവാക്യമാണ്. അങ്ങനെ ഏത് ലോകത്തെ വമ്പനും വില്ലനും വന്നാലും ഒരൊറ്റ തൽബിയത്ത് മാത്രമാണ്, ഒരേ വേഷമാണ്. ഒരു മേൽമുണ്ടും ഒരു അരമുണ്ടും പുരുഷൻ ഇവിടെ ധരിക്കുന്നു. അങ്ങനെ ലക്ഷ്യം ഒന്ന്, പരിശുദ്ധ കഅബാലയമാണ്. ലക്ഷ്യമൊന്ന്, മാർഗമൊന്ന്, മുദ്രാവാക്യമൊന്ന്, വേഷമൊന്ന്. ഇങ്ങനെ ഒരേ ഒരു വേഷത്തിൽ ലോകത്തിന്റെ സമന്വയമാകുന്ന ആ മഹാസമ്മേളനമാണ് പിന്നീട് അറഫയിൽ നമ്മൾ കാണുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി നിരവധി പുണ്യങ്ങൾ പറയാനുണ്ട്. ചുരുക്കട്ടെ, കഅബയുടെ അടുത്ത് ചെല്ലുമ്പോൾ അല്പം ചില അറിവുകൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. അതൊരു സമചതുരത്തിലുള്ള ഒരു കെട്ടിടമാണ്. അതിന് 4 കോണുകളുണ്ട്. പോകുന്നവർ ശ്രദ്ധിക്കണം.
ചുമ്മാതെ കമ്പോളത്തിൽ ആട് കറങ്ങുന്നത് പോലെ ഇങ്ങനെ നടഞ്ഞു തിരിഞ്ഞിട്ട് ഹജ്ജ് ചെയ്തു ഉംറ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ബിണായി എടുക്കാൻ വരട്ടെ. കഅബയുടെ അടുത്ത് ചെല്ലുമ്പോൾ അതിന് 4 കോണുകളുണ്ട്. ഒന്നാമത്തെ അത് വടക്ക് തെക്കേ മൂല, അല്ലെങ്കിൽ പടിഞ്ഞാറ് കിഴക്കോട്ട് വരുന്ന മൂല, അവിടെയാണ് ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന സ്വർഗത്തിൽ നിന്നൊരു കല്ലിനെ അല്ലാഹു പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്താ ഈ കല്ലിന്റെ പ്രത്യേകത? മുശ്രിക്കീങ്ങൾ അന്ന് കല്ലിനെ ആരാധിക്കുന്നവരായിരുന്നു. പക്ഷേ ഈ കല്ലിനെ അവർ ആരാധിക്കുകയോ ആ നിലയിൽ അതിനെ അവർ അപമാനിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവച്ച ആ കല്ലാണ് ഹജറുൽ അസ്വദിനെ ഒരാൾ കൈകൊണ്ടെന്ന് തടകി ചുംബിച്ചാൽ അവൻ അല്ലാഹുവിന്റെ കൈ പിടിച്ചതിന് സമാനമാണ് എന്ന് ഹദീസ് രേഖപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ അല്ലാഹു കൈയും കാലും ഒന്നുമില്ല, അല്ലാഹു അവനെ സന്തോഷത്തോടെ അവനെ സ്വീകരിക്കുന്നു എന്നാണ്. ഒരാൾ കൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവനെ ഇഷ്ടപ്പെട്ടു എന്നാണല്ലോ അതിന്റെ അർത്ഥം. ആ നിലയില് അദ്ദേഹത്തിന് അല്ലാഹു സ്വീകരിക്കുന്നു. അങ്ങോട്ട് തവാഫ് തുടങ്ങുന്നു. ഹജറുൽ അസ്വദിൽ നിന്ന് നടന്ന് അടുത്ത മൂലയിലേക്ക് ചെല്ലുമ്പോൾ അത് റുക്നുൽ ഇറാഖ് എന്നാണ് അതിന് പറയുന്നത്. അവിടെ നിന്ന് അടുത്ത കറക്കം തുടങ്ങുമ്പോൾ അവിടെ കാണുന്നു ഹിജ്ർ ഇസ്മായിൽ, അതായത് ഹാജറ ബീവിയെ അടക്കം ചെയ്യപ്പെട്ട ഖബറ് അവിടെയാണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഹിജ്ർ ഇസ്മായിലിന്റെ ആ സൈഡിലൂടെ കറങ്ങി വരുമ്പോൾ റുക്നുൽ ഷാം എന്ന് പറയുന്ന 3ാമത്തെ കോണിൽ വരുന്നു. ആ 3ാമത്തെ കോണും കഴിഞ്ഞ് വരുമ്പോൾ അതിപ്രധാനമായ കോണുണ്ട് റുക്നുൽ യമാൻ. ഇവിടെ എന്താ പ്രത്യേകത? റുക്നുൽ യമാനിൽ 70ഓളം മലക്കുകളെ അല്ലാഹു ഉയർത്തിക്കിട്ടിരിക്കുകയാണ്. അവിടെ മുത്തൽ സുന്നത്തില്ല. അവിടെ കൈകൊണ്ടൊന്ന് തടകി നമ്മൾ കൈ ചുംബിക്കുമ്പോൾ അതിനുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നു. എപ്പോഴും ഇടിയാണ്, റഷാണ്, വളരെ തിരക്കാണ്, ആരോഗ്യമുള്ളവർക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റൂ. അത് കഴിഞ്ഞാലാണ് ഹജറുൽ അസ്വദിലേക്ക് വരുന്നത്. ഈ 4 കോണുകൾ ശ്രദ്ധിക്കണം. ഇവിടെയൊക്കെ ദുആയ്ക്ക് ഉത്തരമുള്ള സ്ഥലമാണ്. ഹജറുൽ അസ്വദ് ഇരിക്കുന്നതും കഅബയുടെ വാതിലിന്റെ ഇടയിൽ ഏകദേശം ഒരല്പം ദൂരം മാത്രമേ ഉള്ളൂ. അവിടെയാണ് മുൽത്തസം. അവിടെ ദുആയ്ക്ക് ഉത്തരമുണ്ട്. നിന്ന് പ്രാർത്ഥിക്കാൻ സമയം കിട്ടുകയില്ല. പിന്നെ ഒഴിവ് സമയങ്ങളിൽ വന്ന് നമ്മൾ സന്ദർഭോചിതമായി തിരക്കില്ലാത്ത നിലയില് ലക്ഷോപലക്ഷം ജനങ്ങൾ ഇങ്ങനെ മലവെള്ള പാച്ചിന് പോലെ നടക്കുമ്പോൾ അതിന്റെ ഇടയിൽ നല്ല ഉദ്ദേശശുദ്ധിയോടെ പോകണം. അല്ലാഹുവേ, ഖലീൽ വിളിച്ചു. അതിന് ഉത്തരമായി എന്റെ അകതാരിൽ നിന്ന് ബഹിർഗമിക്കുന്ന ഒരു ആത്മനിവൃത്തിയുടെ അവാച്യമായ അനുഭൂതിയാണ് ആ കല്ലെന്ന് ചോദിക്കുക. ആ തിരക്കിൽ എനിക്ക് അവസരം നീ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ നാം വിചാരിക്കാത്ത നിലയിൽ ആ അവസരം ഉണ്ടാകും. അതനുഭവിച്ചവനാണ് വിനീതനായ ഞാനും എന്റെ മക്കളും കൂടി തവാഫിന് പോകുമ്പോൾ തിരക്ക് കൊണ്ടെടുക്കാൻ കഴിയുന്നില്ല. എന്റെ പെൺമക്കളോട് പറഞ്ഞു, മോളെ രാത്രി 3 മണിക്ക് എഴുന്നേൽക്കണം, റൂമുകളിൽ ആരും അറിയരുത്, നമുക്ക് നേരെ ഹറമിലേക്ക് പോകാം, മത്താഫിലേക്ക് പോകാം. അങ്ങനെ എന്റെ മക്കളും ഞാനും അങ്ങനെ മത്താഫിലേക്ക് ചെല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ് ഒരു പ്രത്യേകമായ ഒരു അനുഭൂതി അവിടെ എത്തി. കാര്യം പോലീസ് ആ സമയത്ത് ക്യൂ നിർത്തി ഹജറുൽ അസ്വദ് എത്തിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. ആ ക്യൂവിൽ ഞാനും എന്റെ മക്കളും നിന്നു. തിക്കില്ല, തിരക്കില്ല. അത് ഉമ്മ വെച്ച് തടയാൻ കഴിഞ്ഞു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു നന്മ ലഭിക്കുമ്പോൾ അതെടുത്ത് പറയണമെന്ന, അല്ലാതെ ലോകമാന്യത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല. ലോകപ്രശംസ ഇപ്പോഴുള്ള ധർമ്മം മോശമാ. അത് തേങ്ങയ്ക്ക് പാലില്ലെങ്കിൽ എന്തൊരു കഷ്ടമാ. അത് അരയ്ക്കുന്ന തേങ്ങയ്ക്ക് പാലില്ലെങ്കിൽ അത് പീരയാണെങ്കിൽ ഗുണവുമില്ല. അതുകൊണ്ട് നമ്മൾ ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് പറയുന്നതെങ്കിൽ ഈ അമലിന് പറച്ചിന് അർത്ഥവുമില്ല എന്ന് നാം മനസ്സിലാക്കുക. വാക്കുകൾ ചുരുക്കട്ടെ, വിഷയത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ നമ്മൾ ആ കഅബാലയത്തിൽ ചെല്ലുന്ന അങ്ങനെ മസ്ജിദുൽ ഹറാമിലൂടെ കടന്നു വരുമ്പോൾ ആദ്യം ദൃഷ്ടിയിൽ പെടേണ്ടത് കഅബയാണ്. അവിടെ ഒരു സെക്കൻഡ് നിൽക്കുക. അത് നമ്മൾ അമീറന്മാരുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് എടുത്ത് നല്ലോണം തരും. അവിടെ നിന്നുകൊണ്ട് മറ്റൊന്നിലേക്കും ശ്രദ്ധിക്കാതെ പഞ്ചമടക്കി അതാ നടന്നു നീങ്ങുമ്പോൾ അമീർ പറയും, ഇതാ കഅബമാണ് കാണാൻ പോകുന്നത്. കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഹൃദയത്തിന്റെ അകതാരിൽ നിന്ന് ആത്മനിർവൃതിയുടെ ഒരു പ്രാർത്ഥന നമുക്കുണ്ടാകണം. അല്ലാഹുവിനോട് അപ്പോൾ ചെയ്യുന്ന ദുആയ്ക്ക് ഉത്തരമുണ്ട് എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ
ഇങ്ങനെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ആത്മനിർവൃതിയുടെ ആ ആത്മീയ ചൈതന്യം തുളുമ്പുന്ന 15ഓളം സ്ഥലങ്ങളാണ് ഹറമിന് ചുറ്റുമുള്ളത്. സഫ, മർവ പറയാനുണ്ട്, വിശദീകരിക്കും, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവോട് പറയുന്നു, റബ്ബി ഇന്നി അസ്കന്തു, അത് എന്റെ സന്താന പരമ്പരയിൽ നിന്ന് ചിലരെ ഞാനിതാ ഈ കഅബത്തിന്റെ ചാരത്ത് താമസിപ്പിക്കുകയാണ്. എന്തിനാണെന്നറിയുമോ? അതേ നിസ്കാരം നിലനിർത്തണം. പള്ളി ഉണ്ടാകുമ്പോൾ പള്ളി പരിസരത്തുള്ളവർ വീട്ടിൽ കിടന്ന് AC ഇട്ട് അങ്ങനെ ടിവിയും കണ്ട് സീരിയലും കണ്ട് ആസ്വദിച്ച് ഫ്രഷായ ജ്യൂസും കുടിച്ച് മലർന്നു കിടക്കുന്നുവെങ്കിൽ ഒരു വാഴപ്പലയും കുറെ കുപ്പിയും വെള്ളവും കൊടുത്ത് പള്ളി വന്നൊരു പ്രാർത്ഥന നടത്തുമ്പോൾ ഉസ്താദ് പറയും, കവാടം തുറക്കട്ടെ, സ്വർഗത്തിൽ കിടക്കട്ടെ. വൻദോഷം പ്രവർത്തിക്കുന്നവന് തൗബ കൊണ്ടല്ലാതെ പരിഹാരമില്ല എന്ന് പറയുമ്പോൾ അത് ചെറുദോഷം ചെയ്തവന് സൽക്കർമ്മങ്ങൾ പുറപ്പിക്കുന്നത് നിദാനമാണ്. അതുകൊണ്ട് തെറ്റുകൾ വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് അത് വെളിഞ്ഞും തെളിഞ്ഞും നമ്മൾ ചെയ്യുന്നവരാണ്. അർഹയിലെത്തുമ്പോൾ എന്റെ സഹോദരന്മാരെ കരയണം, കണ്ണുനീരുകൾ ഒലിപ്പിക്കണം. നിന്റെ എല്ലാ തെറ്റുകളും അതേ പകലിൽ വെളിച്ചത്തില് നിശയുടെ നിശബ്ദയാമങ്ങളിൽ ഏകാന്തതയില് ഞാൻ ചെയ്ത തെറ്റുകൾ ഇന്നതാണെന്ന് പറഞ്ഞ് കരയേണ്ട ഒരു വേദിയാണ് അറഫ. അവിടെ നിന്ന് പെയ്തൊഴുകുന്ന കണ്ണുനീരിന്റെ തീഷ്ണമായ ആ ചൂട് അത് നരകത്തെ തൊട്ട് കാക്കുകയും ദുആക്ക് ഉത്തരം കിട്ടുകയും സ്വീകരിക്കപ്പെടുന്ന ഹാജിയായി അവിടെ നിന്ന് അള്ളാഹു മാർക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഹൃദയവും മനസ്സും സമ്പത്തും ഒക്കെ ചെലവഴിച്ചുകൊണ്ട് പോകുന്ന ഒരേ ഒരു ആരാധന അത് ഹജ്ജ് മാത്രമാണ്. അങ്ങനെയുള്ള ഈ വേദിയില് നമുക്കൊരു ഇൽമു ഇല്ല എന്നുള്ളത് മന്ദല്ല അലാ ഖൈറിൻ ഫലഹു അജ്റു മിസ്ലി ഫാഇലിഹി. ഒരു നന്മ, ഒരു സന്ദേശം ഒരാൾ അറിയിക്കുമ്പോൾ അത് ചെയ്തവന് അത് പ്രചോദനം കേൾക്കുന്നവൻ ചിന്തിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്താൽ അമൽ ചെയ്യുന്ന അമലിന്റെ പ്രതിഫലം ആ പ്രേരിപ്പിച്ച മനുഷ്യനും കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങളുടെ മക്കൾ സാലിഹാണെങ്കിൽ അവന്റെ സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ അതിന്റെ കൂലി മാതാപിതാക്കൾക്കുണ്ട്. അവന് ഫാത്തിഹ ഓതിയാൽ അതിന്റെ കൂലി മാതാപിതാക്കൾക്കുണ്ട്. അവന്റെ ആലിമായാൽ അവന്റെ എല്ലാ ഇൽമിന്റെ ബറക്കത്ത് അവന്റെ മാതാപിതാക്കൾക്കുണ്ട്. അങ്ങനെ നിലയ്ക്കാത്ത അനുഗ്രഹത്തിന്റെ പ്രതീകമായി നമ്മൾ പരിലസിക്കണം. ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലുകൾ ചെയ്ത് അള്ളാഹുവിന്റെ പ്രീതി നേടി നാം വിജയശ്രീലാളിതരായി സ്വർഗപ്രവേശനം ലഭിക്കുന്ന അള്ളാഹുവിന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹ്, ഈ വേദിയിൽ ഹജ്ജിന് തയ്യാറെടുത്ത നിരവധി സഹോദരന്മാരുണ്ട്, സഹോദരിയുണ്ട്, പ്രചോദനം നൽകുന്ന നമ്മളുടെ പ്രവർത്തകരുണ്ട്. എല്ലാവർക്കും ആ പരിശുദ്ധ മണ്ണിൽ ആ പാദചുംബനം നടത്തി കർമ്മങ്ങൾ നടത്തി റസൂലുള്ളാഹിനെ കൺകുളിർക്കെ കണ്ടുകൊണ്ട് വരാനുള്ള തൗഫീഖ് വിനീതനായ എനിക്കും ഞങ്ങൾക്കും എല്ലാം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ആഗ്രഹം നിന്റെ കഅബയാണ്, നിന്റെ ഹബീബാണ്. ആ ചൈതന്യം തുളുമ്പുന്ന ആത്മനിർവൃതിയുടെ ആ സ്ഥലം ഞങ്ങളെ ഒന്ന് കാണിക്കുകയും തൊട്ട് ചുംബിക്കുവാനും തവാഫ് ചെയ്യുവാനും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും ഒക്കെ ഉപരി ഞങ്ങളുടെ ഹബീബ്, ജീവനിൽ ജീവനായ സയ്യിദുന വഹബീബുന വഖുറത്തു അയ്യുനിന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പുണ്യ ശരീരത്തെ ഉമ്മവച്ചുറങ്ങുന്ന തുറവുകളുടെ ചാരത്തെത്തി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദന യാ റസൂലല്ലാഹ് എന്ന് പറയാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. തൊട്ടടുത്ത് ജന്നത്തുൽ ബഖീ നിരവധി ലക്ഷത്തിൽ പരം സഹാബത്തുകൾ അടങ്ങിയിരിക്കുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ, സഹാബ കിറാം, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഒട്ടനവധി നിരവധി പുണ്യ മഹാന്മാര് അവിടെ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ അവിടെയും അവർക്ക് വേണ്ടി ഫാത്തിഹകൾ ഓതി അവരെ തവസ്സുലാത്ത് ദുആ ചെയ്താൽ അള്ളാഹുവിന്റെ അനുഗ്രഹാശിസുകൾക്ക് നാം മാത്രം ലഭിക്കും. അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ നമ്മയും ചേർത്ത് പിടിച്ച് സ്വർഗ്ഗവാരിഫ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മളുടെ യാത്ര അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. തിക്കിലും തിരക്കിലും പെട്ട് കൂട്ടം തെറ്റാതെ ഒരുമയോടെ സംതൃപ്തിയോടെ ആത്മീയമായ നിലയില് എല്ലാ അമലുകളും നിറഞ്ഞ ഹൃദയത്തോടെ നിർവഹിച്ചുകൊണ്ട് സന്തോഷഭരിതരായി മടങ്ങാൻ അള്ളാഹു നമുക്കേവർക്കും
തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ യാത്രയിൽ ഞാനുമുണ്ട്, വിനീതനായ എന്റെ ഭാര്യയുമുണ്ട്. ഞങ്ങളും ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. നമ്മളൊക്കെ ദുആ ചെയ്യണം, നമ്മുടെ ദർസിന് വേണ്ടി ദുആ എടുക്കണം. അല്ലാഹു മക്കൾക്ക് ഭക്ഷണവും വസ്ത്രവും ഒക്കെ നൽകുന്ന ഈ നാട്ടിലെ എല്ലാ സഹോദരന്മാർക്കും അതിന് പ്രചോദനമായി വിനീതനെ ഇവിടെ വരാൻ കാരണക്കാരനായ എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് മർഹൂം മുസ്തഫ താരിമി റഹ്മത്തുള്ളാഹി റഹ്മത്തുൻ വാസിയ, അദ്ദേഹത്തിന്റെ ഖബറിടം അല്ലാഹു സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിനും നാം ദുആ ചെയ്യുന്നു. നിങ്ങളൊക്കെ എനിക്കും എന്റെ സഹയാത്രികർക്കും എല്ലാ വിജയത്തിനുമായി പ്രാർത്ഥിക്കണമെന്ന വസിയ്യത്തോടെ ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആ ആയത്ത് ഉച്ചരിച്ചുകൊണ്ട് ഈ യോഗത്തിന് ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ച് വാക്കുകൾക്ക് വിട. ദുആ വസിയ്യത്തോടെ വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.